അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധ ഖുർആനിലെ 60-ാം അധ്യായം സൂറത്തു അൽ മുംതഹിന, അതിൻ്റെ ആദ്യ ആയത്താണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. ഇനി നമുക്ക് രണ്ടാമത്തെ ആയത്ത് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يثقفوكم يكونوا لكم أعداء ويبسطوا إليكم أيديهم وألسنتهم بالسوء وودوا لو تكفرون. صدق الله العلي العظيم. ഇതിൻ്റെ അർത്ഥം നോക്കാം നമുക്ക്. വയസ്കഫൂക്കും, നിങ്ങൾ അവരുടെ പിടിയിൽപ്പെട്ടാൽ, നിങ്ങളെ അവർ പിടിച്ചാൽ, യകൂനു ലക്കും അഅദാഅൻ, അവർ നിങ്ങളോട് കൊടിയ വലിയ ശത്രുത കാണിക്കുന്നവരാണ്. വയബ്സുതു, അവർ നീട്ടുകയും ചെയ്യും, ഇലൈക്കും, നിങ്ങളിലേക്ക്, ഐദിയഹും, അവരുടെ കൈകൾ, വ അൽസിനതഹും, അവരുടെ നാവുകളും, ബിസ്സൂഇ, ദ്രോഹം കൊണ്ട്, വവദ്ദു, അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു, ലൗ തക്ഫുറൂൻ, നിങ്ങൾ സത്യനിഷേധികളായി തീർന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഒന്നാമത്തെ ആയത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അതിൽ അള്ളാഹുവിൻ്റെയും പ്രവാചകൻ്റെയും അഥവാ ദീനിൻ്റെ ശത്രുക്കളായ ആളുകളോട് നിങ്ങൾ രഹസ്യമായി ബന്ധം സ്ഥാപിക്കരുത്, അവരെ ആത്മമിത്രങ്ങളാക്കരുത്. നിങ്ങൾ അവരോട് രഹസ്യമായും പരസ്യമായും ബന്ധം സ്ഥാപിച്ചാൽ അത് നിങ്ങൾക്ക് മനുഷ്യന്മാരിൽ നിന്ന് മാത്രമാണ് മറച്ചു വെക്കാൻ കഴിയുക. അള്ളാഹു അതെല്ലാം അറിയുന്നുണ്ട്. മാത്രമല്ല, അത്തരം പ്രവൃത്തികൾ നിങ്ങളെ വഴിപിഴപ്പിക്കുകയും ദീനിൽ നിന്നും പുറത്താക്കുകയും ചെയ്യും. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി മാത്രമായിരിക്കും അത്. നിങ്ങളുടെ വിശ്വാസത്തെ അവർ തള്ളിക്കളഞ്ഞവരാണ്, നിങ്ങളെയും പ്രവാചകനെയും നാട്ടിൽ നിന്നും ഓടിച്ചവരാണ് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആയത്തിൽ സൂചിപ്പിച്ചത്. എന്നിട്ട് ഈ ആയത്തിൽ പറയുകയാണ്, നിങ്ങൾ അങ്ങോട്ട് കാണിക്കുന്ന സ്നേഹം അത് ഇങ്ങോട്ടുണ്ടാവണം എന്നില്ല. നിങ്ങളെ എങ്ങാനും പിടിച്ചാൽ, നിങ്ങൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ നിങ്ങളോട് ദ്രോഹം കാണിക്കുന്ന കൂട്ടത്തിലായിരിക്കും. അവർ നിങ്ങളോട് ശത്രുക്കൾ തന്നെയാണ്, അല്ലെങ്കിൽ ആ ശത്രുത തന്നെയായിരിക്കും അവരുടെ മനോഭാവം. നിങ്ങൾ അങ്ങോട്ട് കാണിച്ച സ്നേഹമൊന്നും ഇങ്ങോട്ട് ഉണ്ടാകണം എന്നില്ല. മാത്രമല്ല, അവർ അവരുടെ നാക്കിൻ്റെയും കൈകളുടെയും ദ്രോഹത്തിൽ നിങ്ങളെ പെടുത്തും എന്നുകൂടി പറയുകയാണ്. അഥവാ വാക്കുകൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും നിങ്ങളെ ദ്രോഹിക്കുന്നവരായിരിക്കും. അതുമാത്രമല്ല, അവരുടെ ഉദ്ദേശം, അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ ഈ വിശ്വാസത്തിൽ നിന്ന് മാറി അവിശ്വാസികളായി തീരണം, അല്ലെങ്കിൽ കുഫറിലേക്ക് എത്തിപ്പെടണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. അതുകൊണ്ട് അത്തരം ആളുകളോട് യാതൊരു വിധത്തിലുമുള്ള രഹസ്യമായോ പരസ്യമായോ യാതൊരു വിധത്തിലുള്ള ബന്ധങ്ങളോ നീക്കുപോക്കുകളോ നിങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. ഇനി പരലോകത്ത് അത് നിങ്ങൾക്കും നഷ്ടമാണ് എന്നുള്ളതാണ് തുടർന്നുള്ള ആയത്തിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ആയത്ത് നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. യഥാവിധി പഠിക്കുവാനും അള്ളാഹുവിൻ്റെയും പ്രവാചകൻ്റെയും ഒക്കെ നിയമങ്ങൾ, നടപടിക്രമങ്ങൾ, ജീവിതത്തിലെ നിർദ്ദേശങ്ങൾ മുഴുവൻ പാലിച്ച് ജീവിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് റമളാൻ മാസമാണ്.
ഈ മാസത്തിൽ ധാരാളമായി ഖുർആനിനോട് അടുക്കുവാനും പഠിക്കുവാനുമൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം. ഖുർആനിൻ്റെ മാസമാണ്. അള്ളാഹു ഖുർആനും റമളാനും അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.